ആരാധകരെ സർപ്രൈസ് ചെയ്യിപ്പിച്ച് മാളവിക കൃഷ്ണദാസിൻ്റെ പുതിയ വീഡിയോ. ആദ്യമായി സ്വന്തമാക്കിയ വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൻ്റെ വീഡിയോ ആണ് മാളവിക പങ്കിട്ടത്. തറവാട് വീടിനോട് ചേർന്നാണ് തൻ്റെ കുടുംബത്തിനായി മാളവിക ചെറിയൊരു സ്വപ്ന വീട് പണിതുയർത്തിയത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് വീട് പണിയാൻ തീരുമാനിച്ചതെന്നും ജോലികൾ പുരോഗമിക്കുകയാണെന്നും അറിയിച്ച് മാളവിക എത്തിയത്. ഇത്ര വേഗത്തിൽ പണി പൂർത്തിയാക്കി മാളവികയും തേജസും മകൾ ഗുൽസുവും താമസം ആരംഭിക്കുമെന്ന് ആരാധകർ പോലും കരുതിയില്ല. തേജസിൻ്റെ സ്ഥലം കൊല്ലമാണ്. വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ലളിതമായൊരു പാലുകാച്ചൽ ചടങ്ങ്. ഇത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്ന ഒന്നല്ല. ചിലപ്പോൾ ജീവിതം നമുക്ക് ഏറ്റവും അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ നൽകും. ഇന്ന് അങ്ങനെയൊരു അനുഗ്രഹത്തിൻ്റെ തുടക്കമാണ്. ഇത് ഞങ്ങളുടെ വീട് മാത്രമല്ല, ഇതുവരെയും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒന്നുകൂടിയാണ്. ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ പാലുകാച്ചലായിരുന്നു. സത്യം പറഞ്ഞാൽ കാറിലിരുന്ന ഒരു കാഷ്വൽ കോൺവെർസേഷനിൽ നിന്നും ഉണ്ടായിട്ടുള്ള വീടാണിത്. ഒരുപാട് പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളെക്കാളും പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളാണ് എപ്പോഴും പെട്ടെന്ന് വർക്കാകുന്നത് അല്ലെങ്കിൽ നടക്കാറുള്ളത്. എൻ്റെ ലൈഫിൽ അധികവും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ സംഭവിച്ച വീടാണ് ഇതും. ഒറ്റപ്പാലത്തൊരു വീടെന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത, എൻ്റെ സ്വപ്നങ്ങളിൽ ഇല്ലാതിരുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ വീട് പട്ടാമ്പിയാണ്, പക്ഷേ എൻ്റെ ബന്ധുക്കൾ ഏറെയും ഒറ്റപ്പാലത്താണ്. അതുകൊണ്ട് ഇവിടേക്ക് വരാൻ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റപ്പാലത്താണ് ഞാൻ ഏറെയും സമയം ചിലവഴിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് വളരെ പ്രിയപ്പെട്ട, നല്ല പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ പ്രദേശമാണ്. അവിടെ ഒരു കൊച്ചു വീടുണ്ടാകുക എന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. ഒരുപാട് ചടങ്ങുകളോ ഗംഭീര ആഘോഷങ്ങളോ ഗൃഹപ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. വളരെ ലളിതമായ ചടങ്ങുകളെല്ലാം. തലേദിവസം വാസ്തുപൂജ ചെയ്തു. രാവിലെ ഗണപതി ഹോമവും വൈകിട്ട് ഭഗവത് സേവയും നടത്തി. അതിനിടയിൽ ക്ഷണം സ്വീകരിച്ചെത്തിയ വേണ്ടപ്പെട്ട ബന്ധുക്കൾക്ക് മാത്രമായി സദ്യ ഒരുക്കിയിരുന്നു. വളരെ അധികം ദൂരെ യാത്ര ചെയ്യേണ്ടതുകൊണ്ട് തേജസേട്ടൻ്റെ വീട്ടുകാർ പാലുകാച്ചലിൽ പങ്കെടുക്കാൻ പറ്റിയില്ല.